ടോംസ് ടാർഗറ്റിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കുന്നത് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് ആണ്. ഇത് 1931 സ്ഥാപിതം. ബാങ്കിന്റെ ഇക്വിറ്റി ക്യാപിറ്റൽ മൂലധനം 492 കോടി രൂപ. ഫേസ് വാല്യൂ മുഖവില 2 രൂപ. 52 ആഴ്ചയിലെ ഹൈ 298 രൂപ, ലോ 173 രൂപ. 6-ാം തീയതി ഫെബ്രുവരിയിൽ ഇന്നലെ ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസ് 287 രൂപ. ഇത് 52 ഹൈയിൽ നിന്നും 3.69% താഴ്ന്ന നിലയിൽ നിൽക്കുന്നു. പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. എല്ലാവിധ ബാങ്കിംഗ് ബിസിനസ് സേവനങ്ങളും ഇവർ നൽകുന്നു. കൂടാതെ ട്രഷറി ബിസിനസ്സും ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സിലും സേവനങ്ങൾ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. ആദ്യത്തെ പ്രൊമോട്ടേഴ്സിന് ഇപ്പോൾ യാതൊരുവിധ ഓഹരികളുമില്ല. വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ കൈവശം 24.94%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 51.10%, പൊതുജനങ്ങളുടെ കൈവശം 23.96% ഓഹരികളാണുള്ളത്. ഇനി നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 8,51,000 ഷെയർ ഹോൾഡേഴ്സ് ആണ് ഏകദേശം ഉള്ളത്. ഷെയറുകളുടെ എണ്ണം 246 കോടി രൂപ. 246 കോടി ഷെയർ. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോകാം. 2024 ഡിസംബറിൽ റവന്യൂ 7,265 കോടി രൂപ. 2025 ഡിസംബറിൽ റവന്യൂ 7,360 കോടി രൂപ. അതായത് 2024 ഡിസംബർ റവന്യൂവിനേക്കാൾ 1.31% വളർച്ച ഈ വർഷം കാണിക്കുന്നു. 2024 ഡിസംബറിൽ നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം 951 കോടി രൂപ. 2025 ഡിസംബറിലെ അറ്റാദായം 1,125 കോടി രൂപ. അതായത് 2024 ഡിസംബറിലെ അറ്റാദായത്തിൽ നിന്നും 18.30% വളർച്ചയാണ് 2025 കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ROE 12.9%, ROCE 7.03%. നമ്മൾ കണക്ക് കൂടിയിരിക്കുന്ന ലക്ഷ്യവില ഒരു വർഷത്തിനുള്ളിൽ 369 രൂപയിലെത്തുമെന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് സജിലിറ്റി ലിമിറ്റഡ്. ഈ കമ്പനി 2021 മാത്രമാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഇതിന്റെ മൂലധനം 4,679 കോടി രൂപ. മുഖവില ഓഹരി ഒന്നിന് 10 രൂപ. 52 ആഴ്ചയിലെ ഹൈ 58 രൂപ, ലോ 38 രൂപ. ഇന്നലെ ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസ് 48 രൂപ. 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും 17.24% താഴ്ചയിലാണ് ഇപ്പോഴത്തെ വില നിലവാരം. പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ആവശ്യമായ IT ടെക്നോളജി സൊല്യൂഷൻ കൊടുക്കുകയാണ് ഇതിന്റെ സേവനം. കൂടുതലായിട്ടും US ബേസ്ഡ് കക്ഷികൾക്കാണ് ഇവർ സേവനം നൽകുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് കിടക്കാം. പ്രൊമോട്ടേഴ്സിന്റെ കൈവശം 50.95%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 10.25%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കൈവശം 21.36%, പബ്ലിക്കിന്റെ കൈവശം 17.44% ഓഹരികളുണ്ട്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 5,06,300 ഷെയർ ഹോൾഡേഴ്സ് ആണ് ഏകദേശം ഉള്ളത്. നമ്പർ ഓഫ് ഷെയർസ് മൊത്തം 467.9 കോടി ഷെയറുകളാണുള്ളത്. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക്. 2024 ഡിസംബറിൽ റവന്യൂ 1,453 കോടി രൂപ. 2025 ഡിസംബറിൽ റവന്യൂ 1,971 കോടി രൂപ. 2024 അപേക്ഷിച്ച് 35.65% വളർച്ച കാണിക്കുന്നു 2005 ഡിസംബറിൽ. 2024 ഡിസംബറിൽ നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം 217 കോടി രൂപ. 2025 ഡിസംബറിൽ അറ്റാദായം 268 കോടി രൂപ. അതായത് 2024
23.5% വളർച്ച കാണിക്കുന്നു. ഇതിന്റെ ROE 7.38%, ROCE 9.58%. നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് വില ഒരു വർഷത്തിനുള്ളിൽ 101 രൂപയിലെത്തിയേക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അവസാനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അശോക് ലേലൻഡ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇത് 1955 സ്ഥാപിതമാണ്. കമ്പനിയുടെ മൂലധനം 587 കോടി രൂപ. ഫേസ് വാല്യൂ മുഖവില ഓഹരി ഒന്നിന് 1 രൂപ. 52 ആഴ്ചയിലെ ഹൈ 205 രൂപ, ലോ 95 രൂപ. ഇന്നലത്തെ ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസ് 201 രൂപ. ഇത് 52 ആഴ്ചയിലെ ഹൈയിൽ നിന്നും വെറും 1.95% താഴ്ചയിൽ നിൽക്കുന്നു. പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉൽപ്പാദിപ്പിക്കുകയാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തനം. ഇവർക്ക് ഇന്ത്യയിൽ തന്നെ വിൽപ്പനയ്ക്കുള്ള നെറ്റ്വർക്ക് സർവീസ് ധാരാളമായുണ്ട്. കൂടാതെ മറ്റ് 50ഓളം വിദേശ രാജ്യങ്ങളിലും ഇവർക്ക് സാന്നിധ്യമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടി ഇവർക്കുണ്ട്. ഇതേവരെയായിട്ട് 8 ലക്ഷത്തോളം ഡ്രൈവർമാർക്ക് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. പ്രൊമോട്ടേഴ്സിന് 51.51%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 24.41%, സ്വദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 13.73%, പബ്ലിക്കിന് 10.35%, ഗവൺമെന്റിന്റെ കൈവശം നാമമാത്രമായി 0.07% ഓഹരികളാണ് ഉള്ളത്. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഏകദേശം 14,43,900 ഷെയർ ഹോൾഡേഴ്സാണ്, ഓഹരി ഉടമകളാണുള്ളത്. നമ്പർ ഓഫ് ഷെയർസ് 587 കോടി ഷെയറുകളുണ്ട്. ഇനി ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോവാം. 2024 സെപ്റ്റംബറിൽ റവന്യൂ 11,148 കോടി രൂപ. 2025 സെപ്റ്റംബറിൽ റവന്യൂ 12,577 കോടി രൂപ. 2024 സെപ്റ്റംബറിനേക്കാൾ 12.82% വളർച്ച കാണിക്കുന്നു 2025 സെപ്റ്റംബറിൽ. 2024 സെപ്റ്റംബറിലെ അറ്റാദായം 767 കോടി രൂപ. 2025 സെപ്റ്റംബറിൽ അറ്റാദായം 820 കോടി രൂപ. അതായത് 2024 സെപ്റ്റംബറിനേക്കാൾ 6.91% വളർച്ച കാണിക്കുന്നു. ഇതിന്റെ ROE 28.88%, ROCE 14.3%. നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് വില ഒരു വർഷത്തിനുള്ളിൽ 269 രൂപ എന്നാണ്. എല്ലാ നിക്ഷേപകർക്കും അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതുവരെ ശുഭാശംസകൾ, വിജയാശംസകൾ.